നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഇന്നത്തെ ഉച്ചപൂജ വിശേഷങ്ങൾ, ഇന്നത്തെ ഗുരുവായൂർ കാഴ്ചകൾ എന്നിവ കേൾക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം ഈ സമയത്തിന് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. കണ്ണൻ കോലൈ പീഠത്തിൻ്റെ ശിരസിൽ കയറി നിന്നിട്ട് മസ്തിഷ്കത്തിൽ കയറി നിന്നിട്ട് തുമ്പിട മുകളിൽ ഒരു കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് കോലൈ പീഠത്തിൻ്റെ രണ്ട് കൊമ്പ് ഊരി കൈ പിടിച്ച് നിൽക്കുന്ന കണ്ണനായിട്ടാണെന്ന് ശ്രീലകത്തുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഭഗവാൻ ഗുരുവായൂരപ്പനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീലകത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് രൗദ്രഭാവമാണെന്ന് പറയാം. കാരണം ഇന്നത്തെ പൂക്കളത്തിലുള്ളത് നരസിംഹമൂർത്തിയാണ് അല്ലെ. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം കൃത്യവൃത്തിയും നമാമ്യഹം. ഇന്ന് പൂക്കളത്തിലുള്ളത് നരസിംഹമൂർത്തിയാണ്. ശ്രീലകത്ത് അകത്തിരിക്കുന്നത് ഒരു ആനയുടെ രണ്ട് കൊമ്പ് വലിച്ചൂരിയിട്ടുള്ള ഒരു ചെറിയൊരു കടനായിട്ട്. അപ്പോൾ പുറത്തും അകത്തും ഇന്നിത്തിരി എന്താ പറയുക, രൗദ്രഭാവത്തിലാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഇന്നത്തെ ദിവസം തിരക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഓണക്കാലാണ്, കല്യാണങ്ങൾ നല്ലോണമുണ്ട്, തിരക്കുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും തിരക്ക് കുറവാണ്. എന്നാലും തിരക്കുണ്ടായിരുന്നു. വലിയ എന്താ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള ഒരു പൂക്കളായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് തെക്കേ നടക്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസിൻ്റെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1, 2, 3 സമ്മാനം കിട്ടിയ കടകൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ പതിവ് പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ തെക്കേ നടക്കിൽ കൂളത്തിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. പടിഞ്ഞാറേ നടക്കിലേക്ക് പ്രസാദം മേടിക്കാൻ കണ്ടമാനം ആൾക്കാർ വരി നിൽക്കുന്നുണ്ട്. പ്രസാദ കൂട്ടിനും വളരെയധികം ക്യൂ ഉണ്ട്. നാരായണാലയത്തിൽ ഇന്ന് തിരക്ക് കുറവ്, കമ്പാരിറ്റീവ്ലി കുറവ് തന്നെ പറയാം. കിഴക്കേ നടക്കിൽ നിന്നും ഉച്ചപൂജ നട നേദ്യത്തിന് അടയ്ക്കുമ്പോൾ തൊട്ടിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നവരെ നടക്കിൽ നിന്ന് ഉണ്ടാവാൻ പറ്റി. ഭഗവാൻ ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇന്ന് കണ്ട വേറൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കല്യാണങ്ങൾ ഒരുപാട് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വിദേശികൾ ഇന്ത്യൻ കോസ്റ്റ്യൂംസിൽ, കേരള കോസ്റ്റ്യൂംസിൽ വന്നിട്ട് കല്യാണങ്ങൾ ആസ്വദിച്ച് മുടങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇന്നെന്താ പറയുക, അത്ര റെസ്ട്രിക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി സമാധാനപരമായിട്ടുള്ള കല്യാണങ്ങൾ കാണാൻ പറ്റി. അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്ത കല്യാണങ്ങൾ കാണാൻ പറ്റി. അതും പറയണം. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആളുടെ കൂടെ, ഒരു കല്യാണ പാർട്ടിയുടെ കൂടെ ഇത്ര വാഹനങ്ങൾ, ഇത്ര ആൾക്കാരെ പാടുള്ളൂ. അങ്ങനെ വളരെ ഒരു ബിസി ഷെഡ്യൂൾ വിട്ടിട്ട് കുറച്ച് സമാധാനപരമായിട്ടുള്ളൊരു കല്യാണങ്ങൾ ഇന്ന് കാണാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വളരെ സണ്ണി ആയിട്ടുള്ള ഓണം എത്തി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓണം ഇങ്ങോട്ട് എത്തി, അതല്ലെങ്കിൽ ഇത് ഓണക്കാലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ആയിരുന്നു ആകാശത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അമ്പലത്തിന് ചുറ്റി പറ്റിയിട്ട് തിരക്കില്ലാതെ ഉച്ചപൂജയൊക്കെ തൊടാൻ ആൾക്കാർക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ക്യൂ കോംപ്ലക്സിൽ ആൾക്കാർ എന്നത്തെ പോലെ തന്നെ ഫുള്ളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാം, ഇന്നത്തെ ദിവസം ഗുരുവായൂർ വന്നിട്ട് അമ്പലത്തിൽ അകത്ത് കയറിയിട്ട് ആ പൊന്നു ഭഗവാന്റെ ഉച്ചപൂജാലങ്കാരം കാണാൻ ഭാഗ്യം ചെയ്തവർ ഭാഗ്യവാന്മാരല്ലാതെ വേറൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മളെ പോലെ കുറേ ആൾക്കാർ ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്നിട്ട് ഒരു നാടിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നത് കാരണം, ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങൾ അറിയാനുള്ള ആഗ്രഹം കാരണം ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ നിങ്ങളെ എത്തുന്നു എന്നുണ്ടെങ്കിൽ അവർ അതിലേറെ ഭാഗ്യവാന്മാരെ പറയുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ ഓം തത്സത്.